ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 സെപ്റ്റംബർ 1 മുതൽ 5 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണി കരുത്തോടെ മുന്നേറി. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികൾ എല്ലാം തന്നെ ശക്തമായ വളർച്ച കാഴ്ചവെച്ചിട്ടുണ്ട്. വിപണിയിൽ പുതുജീവൻ നൽകിയത് GST 2.0 പരിഷ്കരണ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിലുള്ള പുരോഗതിയുമാണ്. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര സ്ഥാപനങ്ങളുടെ ശക്തമായ വാങ്ങലും വിപണിയെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ രൂപ താഴ്ന്ന നിലയിൽ എത്തിയതോടെ ഇറക്കുമതി വിലയും വിലക്കയറ്റ സമ്മർദ്ദങ്ങളും ഉയർന്നിട്ടുണ്ട്. അതേസമയം സ്വർണ്ണവില ഉയർന്ന് സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ വീണ്ടും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇത്രയും സമ്മർദ്ദങ്ങൾക്കിടയിലും ആഭ്യന്തര നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സർക്കാർ നയങ്ങളിലെ പ്രതീക്ഷകളും വിപണിയെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി. വിപണിയിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചത് GST കൗൺസിലിന്റെ ചരിത്രപരമായ തീരുമാനമാണ്. ഇനി ഇന്ത്യയിൽ 2 നിരക്കുകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം, 5%, 18%. ഇതോടെ പ്രോസസ്ഡ് ഫുഡ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, കൃഷിയന്ത്രങ്ങൾ തുടങ്ങിയ അനിവാര്യ ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയുന്നതാണ്. സാമ്പത്തിക വിദഗ്ധർ കണക്ക് കൂട്ടുന്നതിനനുസരിച്ച് ഈ പരിഷ്കാരം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ GDP വളർച്ച 100% മുതൽ 120 പോയിന്റ് വരെ ഉയർത്താൻ സഹായിക്കും. അതിനോടൊപ്പം തന്നെ Q1-ൽ GDP വളർച്ച 7.8 ആയതും ഓഗസ്റ്റ് മാസത്തെ സർവീസ് PMI 61.2 ഉയർന്നതും ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക പുരോഗതിയെ തെളിയിക്കുന്നതാണ്. തുടർച്ചയായ 2 ആഴ്ചകളിൽ ഇടിവിന് ശേഷം നിഫ്റ്റി 50 24,722 ക്ലോസ് ചെയ്തു. 1.29% നേട്ടം കൈവരിച്ചു. ഈ തിരിച്ചുവരവ് പ്രധാനമായും GST 2.0 പരിഷ്കരണങ്ങളോടുള്ള പ്രതീക്ഷയും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകളിലുള്ള പുരോഗതിയും വർഷാവസാനത്തേക്ക് സ്വാതന്ത്ര്യ വ്യാപാര ഉടമ്പടി FTA ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളും ചേർന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മിഡ് ക്യാപ് 2.04%, സ്മോൾ ക്യാപ് 2.41% സൂചികളും ശക്തമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അതേസമയം രൂപയുടെ ഇടിവ് വിപണിയിൽ ആശങ്കകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. രൂപ $1 88.20 എന്ന റെക്കോർഡ് താഴ്ചയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും ഇൻഫ്ലേഷൻ സമ്മർദ്ദം കൂട്ടുകയും ചെയ്യും. സ്വർണ്ണവില ഉയർന്ന നിലയിൽ ഇപ്പോഴും തുടരുകയാണ്. ആഗോള അനിശ്ചിതത്വവും രൂപയുടെ ഇടിവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വർണ്ണമാകട്ടെ സുരക്ഷിത നിക്ഷേപമായി മാറുകയാണ്. വിദേശ സ്ഥാപന നിക്ഷേപകർ ഏകദേശം 5,666 കോടി മൂല്യമുള്ള ഓഹരികൾ വിറ്റപ്പോൾ ആഭ്യന്തര നിക്ഷേപകർ 13,443 കോടി രൂപയ്ക്ക് സെൽ ചെയ്തിട്ടുണ്ട്. നെറ്റ് നോക്കുമ്പോൾ 7,777 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തിട്ടുള്ളത്. ഈ ആഴ്ച മിക്ക സെക്ടറുകളിലും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നിഫ്റ്റി മെറ്റൽ 5.75% ആയിരുന്നു. ചൈന ഉൽപാദനക്കുറവ് പ്രഖ്യാപിച്ചതും ഇന്ത്യയിൽ സർക്കാർ അനുകൂല നയങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഡോളറിന്റെ ദൗർബല്യവും ഇതിന് കാരണമായിട്ടുണ്ട്. അതിനു പുറമെ നിഫ്റ്റി ഓട്ടോ 5.45%, നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് 3.75%, കൺസ്യൂമർ ഡ്യൂറബിൾസ് 3.2% തുടങ്ങിയ മേഖലകളിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റി IT 1.55% ഇടിവ് രേഖപ്പെടുത്തി. കാരണം അമേരിക്കൻ ലേബർ ഡേറ്റ നിരാശപ്പെടുത്തുകയും US താരിഫുകളും വിദേശ നിക്ഷേപകരുടെ വിറ്റൊഴിക്കൽ സമ്മർദ്ദവും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ലോകവ്യാപകമായ ഓഹരി വിപണികൾ സൗഹൃദപരമായിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നു ഈ കഴിഞ്ഞത്. അമേരിക്കയിലെ നിവേദിയുടെ ശക്തമായ ഏർണിംഗ്സും ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയുമെന്നുള്ള പ്രതീക്ഷയും വിപണിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. US GDP 3.3% ആയി ഉയർന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. ഡോ ജോൺസ് 0.77%, S&P 500 0.83%, ജപ്പാൻ നിക്കായ് 1.03%, ഹോങ്കോങ് ഹാങ്സെങ് 1.34% എന്നിവ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്പിൽ FTSE 100 0.31%, ജർമ്മനിയിൽ ഡാക്സ് 0.17% എന്ന ചെറിയ നേട്ടവും കൈവരിച്ചിരിക്കുകയാണ്. മറ്റു മാർക്കറ്റുകളിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ $66.66 ബാരലിൽ ക്ലോസ് ചെയ്തു. രൂപ 88.26 റെക്കോർഡ് താഴ്ന്നപ്പോൾ 10 വർഷത്തെ G-Sekiൽ 6.56% ആയി മാറി. അതേസമയം 10 ഗ്രാം ഗോൾഡിന് 1,06,063 രൂപ എന്ന റെക്കോർഡിൽ എത്തുകയും ചെയ്തു. സാമ്പത്തിക രംഗത്ത് ഇന്ത്യ ഇപ്പോൾ വലിയ മാറ്റങ്ങളുടെ വഴിയിലാണ്. GSTയിലെ ലളിതമായ നിരക്കുകൾ പൊതുജനങ്ങൾക്ക് നേരിട്ടുള്ള ഗുണം നൽകുകയും വ്യവസായ മേഖലയ്ക്ക് വളർച്ചയുടെ പുതുവാതിൽ തുറക്കുകയും ചെയ്യുകയാണ്.
വിദേശ വ്യാപാര കരാറുകളും RBIയുടെ വരാനിരിക്കുന്ന തീരുമാനം പോലും വിപണിയുടെ ഭാവി നിർണ്ണയിക്കുന്നതാണ്. അതിനാൽ തന്നെ ആഭ്യന്തരവും ആഗോളവുമായ സാഹചര്യങ്ങൾ ചേർന്ന് ഇന്ത്യൻ വിപണിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ സ്ഥിരതയും ആത്മവിശ്വാസവും നൽകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.